ഗൈസ് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമുക്ക് ഹൊസൂർ മലൈക്കോവിൽ വരെ പോയിട്ട് വരാം. ആദ്യം നല്ല ദിവസമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചാണ് ഗൈസ് അവിടെ പോകണമെന്നുള്ളത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് വരാം. എന്നിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം ഗൈസ്. നമ്മൾ സ്ഥലത്തെത്തി. അപ്പം ഗോൾഡൻ സൺസെറ്റ് സമയത്താണ് ഗൈസ് എത്തിയേക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ബാക്കിൽ ഞാൻ തിരിച്ച് കാണിച്ചു തരാം. സണ്ണ് വരുമ്പോൾ ഇത് കാണുമെന്ന് അറിയത്തില്ല ഗൈസ്. നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് ഇത് ആക്ച്വലി സ്റ്റെപ്പ് കയറിയാണ്ട് പോകേണ്ടതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിവിടെ കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ. പാതി വരെ ബൈക്കിങ് കൊണ്ടുവന്നു. തിരക്കാണ് ഗൈസ്. ഇവിടെ എല്ലായിടും പ്രസാദമൊക്കെ കൊടുക്കുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് അത് വാങ്ങിച്ച് കഴിച്ചിട്ട് പോയാലോ എന്നൊക്കെ. ഇന്നറൊക്കെ ഉണ്ട്. സൺറൈസ് ഇങ്ങനെയാണ്. ഇങ്ങനെ കൊള്ളാം, വൈബുണ്ട്. ശിവക്ഷേത്രമാണ് കുട്ടികളെ. നമ്മൾ അകത്ത് കയറിയിട്ട് മൊബൈൽ യൂസ് ചെയ്യാമെന്ന് അറിയത്തില്ല. അകത്ത് പോകാനുള്ള വഴിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പുറത്ത് നല്ല തിരക്കാണ് ഗൈസ്. കുറേ സ്ഥലത്ത് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം തൊഴുതിട്ട് വന്ന് കഴിക്കാൻ വിചാരിച്ച്. ഇതല്ല ഗൈസ് നമ്മുടെ മെയിൻ മോട്ടീവ്. അമ്പലത്തിൽ തൊഴാനാണ് വന്നത്, അല്ല പ്രസാദം കഴിക്കാനല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ക്യൂ തുടങ്ങി ഗൈസ്. ഇതെന്തോ അല്ലേ. അമ്പലത്തിൽ ഫുള്ള് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അകത്തൊന്നും ഫോണ് നമുക്ക് എടുക്കാക്കത്തില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കാൻ. നല്ല വൈബാണ് ഗൈസ്. അമ്പലമേ ബൈ ബൈ ടാറ്റ. ഹൊസൂറിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഫുള്ള് കാണാൻ കാണാൻ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രസമാണ് ഗൈസ്. നമ്മൾ രാത്രി മലയുടെ മണ്ടയ്ക്ക് കാപ്പോട്ട് നോക്കുമ്പോൾ കിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ പോവാന്ന്. അമ്പലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ബൈക്കിൽ ഇറങ്ങുമ്പോൾ നല്ല കിടുക്കാച്ചി വ്യൂ. ഇവിടെ കുറേ നേരം ഇരിക്കണമെന്നൊക്കെ തോന്നുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി ലേറ്റായി. കൊള്ളാം മച്ചന്മാരെ, കൊള്ളാം വൈബുണ്ട്. നമ്മൾ പ്ലേറ്റ് ഷവർമ വാങ്ങിച്ചു കാണണം. പിന്നെ പെരി പെരി അൽഫാം വന്നിട്ടുണ്ട്. അമ്പലത്തിൽ പോയിട്ട് ഒന്ന് കഴിക്കാൻ പറ്റിയ നല്ല സാധനങ്ങളാണ്. മൊഹിറ്റയും കൂടെ പറഞ്ഞിട്ടുണ്ട്, കുടിച്ചു നോക്കാം അല്ലേ. ഓക്കെയാണ് ഇവിടെ പെരി പെരി അൽഫാം വന്ന് പെരി പെരി കഴിച്ചു നോക്കാം. നീ കഴിച്ചോ? എങ്ങനെയുണ്ട്? കുറയ്ക്കുന്നുണ്ടോ? വരുന്ന വഴിക്ക് കരിമ്പ് കണ്ടപ്പോൾ കരിമ്പ് വാങ്ങിച്ചു. പൊങ്കലായിട്ട് കരിമ്പ് ഇതേവരെ വാങ്ങിച്ചില്ലായിരുന്നു, നമ്മൾ ബിസിയായിരുന്നു. ഇവിടെ 3 ഫുൾ കരിമ്പ് 100 രൂപ ഗൈസ്. അപ്പം നമ്മൾ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ, കാരണം ചിലവാകില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മാത്രമേ തിന്നു. ഫ്രൂട്ട് ഫ്രണ്ടിൽ നിന്ന് ഐസ് കഴിക്കാം. നല്ല തണുപ്പത്ത് തൊണ്ടേ വേദനയിട്ട് ഗൈസ്. ഈ ഐസ്ക്രീമോടെ ഇന്നത്തെ ബർത്ത്ഡേ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതെ, കേക്കൊക്കെ മുറിച്ച് ഞാൻ എപ്പോഴും കഴിച്ചു വെച്ചു. പറ്റുമെങ്കിൽ അത് ഇതിലേക്ക്